നിങ്ങളൊരു കപ്പലിൻ്റെ ക്യാപ്റ്റനാണെന്ന് വിചാരിക്കുക. വർഷം 1800-കളാണ്. ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള പെർമിഷനും വലിയൊരു കപ്പലും നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സഹയാത്രികരെയും കൂട്ടിക്കൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള കന്യാകുമാരിയിൽ നിന്നോ കേരളത്തിൻ്റെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാഗത്തു നിന്നോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് തെക്കു ഭാഗത്തേക്ക് നിരന്തരം യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാസങ്ങളോളം വേണ്ടിവരുന്ന ഭക്ഷണവും സൗകര്യങ്ങളുമായിട്ട് നിങ്ങളൊരു കപ്പലിൽ ഇങ്ങനെ പോവുകയാണ്. ഏതാനും 1000 കിലോമീറ്ററുകൾ നിങ്ങളിങ്ങനെ അനന്തമായി സഞ്ചരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക എന്നതിനെക്കുറിച്ച് വലിയ ധാരണ അന്നുണ്ടാകാൻ വഴിയില്ല. കാരണം ഇന്നുള്ളതുപോലെയുള്ള കൃത്യമായ മാപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അനന്തമായ സമുദ്രമെല്ലാം തന്നെ അൺചാർട്ടഡ് ഏരിയകളാണ്. ഇങ്ങനെ നിങ്ങൾ അനന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മുന്നിലൊരു വലിയ മഞ്ഞുകൂന കൊണ്ട് നിറഞ്ഞ ദ്വീപ് പ്രത്യക്ഷപ്പെടുക. അതിൻ്റെ അടുത്തേക്ക് പോകും തോറും മഞ്ഞിൻ്റെ ഉയരം കൂടിക്കൂടി വന്ന അവസാനം ഏകദേശം കിലോമീറ്റർ കണക്കിന് ഉയരത്തിൽ നീണ്ടു പരന്നു കിടക്കുന്ന വലിയൊരു മഞ്ഞു കൂടാരത്തിൻ്റെ മുന്നിൽ നിങ്ങൾ എത്തിച്ചേരും. അതാണ് അന്റാർട്ടിക്ക. ഈ അന്റാർട്ടിക്കൻ മഞ്ഞ് മേഖലയെ മറികടക്കുന്നതിന് വേണ്ടി അക്കാലത്ത് നിങ്ങൾ എത്ര ഇടത്തോട്ടോ വലത്തോട്ടോ സഞ്ചരിച്ചാലും ഒരിക്കലും നിങ്ങൾക്ക് അതിനപ്പുറം കടക്കാൻ സാധിക്കില്ല. പക്ഷേ ഭൂമി ഉരുണ്ടതാണെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ നിങ്ങളീ ചുറ്റുന്നത് ഒരു ഭൂഖണ്ഡത്തെയാണെന്നും അതിൻ്റെ വലിപ്പം ലോകത്തുള്ള ഇന്ത്യയുടെയോ ചൈനയുടെയോ വലിപ്പത്തേക്കാൾ കൂടുതലാണ് എന്നും തിരിച്ചറിയുമ്പോൾ തെല്ലും ആകാംക്ഷയോടുകൂടിയും അതിനപ്പുറം കൗതുകത്തോടു കൂടിയും മെല്ലെ നിങ്ങൾ അതിനെക്കുറിച്ച് പര്യവേഷണം ചെയ്യാൻ ജാഗരൂകരായി മാറും. ലോകത്ത് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം നിലവിലുണ്ട് എന്ന് മനുഷ്യൻ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഗ്രഹമായിട്ടുള്ള യുറാനസിനെ മനുഷ്യൻ ടെലസ്കോപ്പുകളുടെ സഹായത്തോടു കൂടി കണ്ടെത്തിയിരുന്നു. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിട്ട് പോലും അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം മനുഷ്യർക്ക് ആകമാനം കിട്ടാൻ ഏകദേശം 1840-കൾ വരെ കാത്തിരിക്കേണ്ടി വന്നു. ലോകത്ത് പല പരിവേഷകരും അന്റാർട്ടിക്കയുടെ സമുദ്രഭാഗത്തു കൂടി സഞ്ചരിച്ചപ്പോൾ പല ദ്വീപുകളിലും വലിയ കരകളിലുമൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അത്രയും വലിയൊരു ഭൂഖണ്ഡമാണെന്ന് തിരിച്ചറിയുന്നത് വളരെ പതുക്കെയാണെന്ന് മാത്രം. അതെ, അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അവസാനമാണെന്ന് പറയപ്പെടാൻ കഴിയുന്ന, മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും ഹാർഷായിട്ടുള്ള ഭൂമിയിലെ പ്രദേശങ്ങളിലൊന്നാണ്. വലിപ്പം വെച്ച് നോക്കിയാൽ ഏറ്റവും വലിപ്പം കൂടിയ മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ദുഷ്കരമായ ഒരു പ്രദേശം. കൃത്യമായ രീതിയിലുള്ള അഡാപ്റ്റേഷനുകളുള്ള ജീവജാലങ്ങൾ മാത്രമേ അവിടെ ജീവിക്കുന്നുള്ളൂ. നീർനായയും പെൻഗിനും ഉൾപ്പെടെയുള്ളവ. ബാക്കി ഒരു സാധാരണ നമ്മുടെ കരയിൽ ജീവിക്കുന്ന ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ കഴിയാത്ത രീതിയിൽ കിലോമീറ്റർ കണക്കിന് തിക്നെസ്സിൽ മഞ്ഞ് നിറഞ്ഞൊരു ഭീകരമായ ഭൂഖണ്ഡമായിട്ടാണ് അന്റാർട്ടിക്ക നിലകൊള്ളുന്നത്. ഏകദേശം ശരാശരി 2 കിലോമീറ്ററോളം തിക്നെസ് വരുന്ന, അതായത് മണ്ണിൽ നിന്നും 2 കിലോമീറ്ററോളം ഉയരത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന അതിഭീകരമായിട്ടുള്ള മഞ്ഞുകൊണ്ടുള്ള കുന്നിൻ പ്രദേശമായിട്ടാണ് അന്റാർട്ടിക്ക നിലനിൽക്കുന്നത്. അന്റാർട്ടിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 99.6% മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന തൂവെള്ള നിറത്തിലുള്ള ഉപരിതലം മാത്രമാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 4 കിലോമീറ്ററോളം ഉയരം വരുന്ന കൂറ്റൻ പർവ്വത നിരകൾ പോലും അന്റാർട്ടിക്കയിൽ മഞ്ഞുകൊണ്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാസ്തവം കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവാം, ഇതെല്ലാം എന്താണ്? ഭൂമിയിലെ മുഴുവനുള്ള ശുദ്ധജലത്തിൻ്റെയും ഏകദേശം 60% ശുദ്ധജലവും അടങ്ങിയിരിക്കുന്നത് അന്റാർട്ടിക്കയിലെ മഞ്ഞിലാണ്. പിന്നെ കുറേ ആർട്ടിക്കൽ കിടപ്പുണ്ട്. ഭൂമിയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന അന്റാർട്ടിക്ക ലോകത്തെ ആകെയുള്ള 7 ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും വലിയ 5ാമത്തെ ഭൂഖണ്ഡമാണ്. അതായത് യൂറോപ്പിനെയും ഓസ്ട്രേലിയയെക്കാട്ടിയും വലിപ്പമുള്ള വെള്ളം കൊണ്ടുള്ള മഞ്ഞ് നിറഞ്ഞൊരു ഭൂഖണ്ഡമായിട്ടാണ് അന്റാർട്ടിക്ക നിലനിൽക്കുന്നതെന്ന് മാത്രമല്ല, ഇന്ത്യയും ചൈനയും ചേർത്ത് വെച്ചാലുള്ള ആകെ വിസ്തൃതിയേക്കാൾ കൂടുതൽ വിസ്തൃതിയിലാണ് മഞ്ഞ് വിശാലമായിട്ട് അന്റാർട്ടിക്കയുടെ ഉപരിതലം നിറഞ്ഞിങ്ങനെ കിടക്കുന്നത്. അത് കടലിൽ ഫ്ലോട്ട് ചെയ്യുന്നൊരു ഭൂഖണ്ഡമൊന്നുമല്ല. അതിൻ്റെ അടിയിൽ കൃത്യമായിട്ടുള്ള മണ്ണും കായലുകൾ പോലെയുള്ളവയുണ്ട്. അത് നമുക്ക് വഴിയെ പറഞ്ഞു വരാം. ഫാബിയൻ ഗോട്ടിലെബ് എന്ന് പറയുന്ന സോവിയറ്റ് പരിവേഷകനാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ആദ്യമായിട്ട് അന്റാർട്ടിക്കൻ വൻകരയിൽ കാലുകുത്തുന്നതായിട്ടാണ് നമുക്ക് ചരിത്രപ്രധാനമായിട്ടുള്ള രേഖകൾ കാണാൻ കഴിയുന്നതെങ്കിലും 1773-കളിൽ ജെയിംസ് കുക്ക് എന്ന് പറയുന്ന ലോക പരിവേഷകൻ തൻ്റെ 2ാമത്തെ പരിവേഷണത്തിനിടയ്ക്ക് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ സാന്നിധ്യം ദൂരെ നിന്ന് കണ്ടെത്തുകയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള മഞ്ഞുകൂനകൾ അവിടെയും ഇവിടെയും ഒക്കെയായി തിരിച്ചറിഞ്ഞതിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം അദ്ദേഹം അന്റാർട്ടിക്ക ഒരു ഭൂഖണ്ഡമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതല്ല. മനുഷ്യൻ പരിവേഷണം ചെയ്തതിൽ ആദ്യം ഇങ്ങനെ ഒരു മഞ്ഞു മൂടിയ പ്രദേശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തി ജെയിംസ് കുക്കാണ്. പക്ഷേ ഫാബിയൻ ഗോട്ടിലെബിനാണ് ഔദ്യോഗികമായിട്ട് അന്റാർട്ടിക്ക കണ്ടെത്തിയതിലുള്ള യൂറോപ്യൻ എന്നുള്ള രീതിയിലുള്ളൊരു ബഹുമതി ലഭ്യമാകുന്നത്. പക്ഷേ അന്റാർട്ടിക്ക ഏറ്റവും വിചിത്രമാക്കുന്നത് അവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ള വാക്കുകളുണ്ടല്ല. ഒന്നാമത്തെ കേസ്, അവിടെ മഞ്ഞ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന താപനിലയുടെയും അഭാവം അവിടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണെങ്കിലും മണിക്കൂറിൽ ശരാശരി 100 മുതൽ 130 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റബാൾട്ടിക് വിൻഡുകളാണ് അന്റാർട്ടിക്കയെ വ്യത്യസ്തമാക്കുന്നത്. കാരണം അന്റാർട്ടിക്കയുടെ തീരപ്രദേശത്ത് നിന്ന് ഉള്ളിലേക്ക് പോകുന്നതോറും മഞ്ഞ് വീണതിൻ്റെ സ്ലോപ്പ് കൂടിക്കൂടി വരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും സെൻറ്റർ ഭാഗത്ത് നിന്ന് ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം, അതായത് അന്റാർട്ടിക്ക ഏകദേശം നമ്മൾ നോക്കിയാൽ സൗത്ത് പോളിൻ്റെ സെൻറ്ററിനെ ചുറ്റിപ്പറ്റിയാണല്ലോ നിൽക്കുന്നത്. ഈ സൗത്ത് പോൾ എന്ന് പറയുന്ന അധികം മഞ്ഞ് വീണെടുക്കുന്ന തണുത്തു കുറഞ്ഞൊരു പ്രദേശമാണ്. 90 ഡിഗ്രി
പോൾ അല്ലെങ്കിൽ 90 ഡിഗ്രി സൗത്ത് പോളിൽ നിന്ന് നമ്മളിങ്ങനെ പുറമേ വരുന്ന സമയത്ത് മഞ്ഞ് വീഴുന്നതിൻ്റെ ഏറ്റവും പീക്കിൽ നിന്ന് പുറത്തോട്ടാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ലോപ്പിന്റെ വേരിയേഷനും ടെമ്പറേച്ചർ വേരിയേഷനും മൂലം സൗത്ത് പോളിൽ നിന്ന് അടിക്കുന്ന കാറ്റുകൾ തീരപ്രദേശത്തേക്ക് എത്തുന്തോറും ഒരു മണിക്കൂറിൽ ശരാശരി 100 മുതൽ 130 വരെയോ 200 കിലോമീറ്റർ വരെയോ വേഗത പ്രാപിക്കാൻ കഴിയുന്ന അതിശക്തമായിട്ടുള്ള തണുത്ത ചുഴലിക്കാറ്റുകളാണ് അന്റാർട്ടിക്കയിൽ എപ്പോഴും വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവലാഞ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയും മഞ്ഞ് വീണതിന് ശേഷം ശക്തമായിട്ട് വന്നടിക്കാനുള്ള സാധ്യതയും കൂടി കിടക്കുന്ന പ്രദേശങ്ങളായിട്ടാണ് അന്റാർട്ടിക്കയെ കണക്കാക്കുന്നത്. അതുമാത്രമല്ല, വളരെ ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് മനുഷ്യന് താമസിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ആത്മഹത്യാപരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് മനുഷ്യൻ അന്റാർട്ടിക്കയിൽ പോയത്? അന്റാർട്ടിക്ക കണ്ടെത്തുക എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അക്കാലത്ത് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാര്യം ഭൂമിയുടെ സൗത്ത് പോൾ ഏതാണെന്ന് കണ്ടെത്തുക. ഭൂമിക്ക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടെന്നും ഭൂമി കൃത്യമായിട്ടുള്ളൊരു ഉരുണ്ടതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ഒബ്ലേറ്റസ് ഫെറോയിഡ് ഷേപ്പാണെന്ന് അറിയാമെങ്കിലും ഭൂമി കറങ്ങുന്നതിൻ്റെ ഒരു സാങ്കല്പിക അച്ചുതണ്ട് പോകുന്ന നോർത്ത് പോളും സൗത്ത് പോളും കണ്ടെത്തുക എന്നുള്ളത് അന്നത്തെ പരിവേഷകർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ സൗത്ത് പോൾ എക്സാക്ട്ലി എവിടെയാണെന്ന് കണ്ടെത്തിയതിന് ശേഷം അവിടെ തങ്ങളുടെ രാജ്യത്തിൻ്റെ കൊടി കുത്താനും ടെൻ്റ് അടിക്കാനും അവിടെ താമസിച്ചതിന് ശേഷം തിരിച്ചു വരികയും ചെയ്യുക എന്നുള്ളത് ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തും ഒരു വലിയ ത്രില്ലുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ മനുഷ്യനെ ചന്ദ്രനിൽ കൊണ്ടുപോവുക, ചൊവ്വയിൽ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന അതേ അനുഭവമായിരുന്നു അന്നുള്ള ആളുകൾ ഏകദേശം ഒരു ഔട്ടർ സ്പേസിൽ പോകുന്ന അതേ വെല്ലുവിളിയോടുകൂടി അന്നത്തെ ടെക്നോളജിയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സൗത്ത് പോളിലും അന്റാർട്ടിക്കയിലേക്ക് പോയിരുന്നത്. കാരണം അത്രത്തോളം ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അതിജീവിച്ച് അവിടെ എത്തിച്ചേരുക, മരിക്കാതെ തിരിച്ചെത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആർട്ടിക് പോളും അന്റാർട്ടിക് പോളും നിലനിൽക്കുന്നുണ്ടെന്നും അന്റാർട്ടിക്ക സൗത്ത് പോളിന് ചുറ്റും വലിയൊരു ഭൂഖണ്ഡം പോലെ നിലനിൽക്കുമ്പോൾ ആർട്ടിക്ക എന്ന് പറയുന്ന പ്രദേശത്ത് അത്രത്തോളം ഒരു ഭൂഖണ്ഡത്തിൻ്റെ വലിപ്പമില്ലെങ്കിലും ഒരു നോർത്ത് പോൾ ഉണ്ടെന്നും അവിടെ കുറേ മഞ്ഞ് അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നും അവിടെ ചെന്നും കണ്ടെത്തലുകൾ നടത്തണമെന്നുള്ള യൂറോപ്യന്മാരുടെ ആ ഒരു ആഗ്രഹം പിന്നീട് കൊണ്ട് ചെന്ന് എത്തിച്ചത് ഒരു മത്സരത്തിലേക്കാണ്. 1772-നും 1775-നും ഇടയ്ക്ക് അന്റാർട്ടിക്കയ്ക്ക് ചുറ്റുമുള്ള കടലിലൂടെ സ്വന്തം കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു ക്യാപ്റ്റൻ ജെയിംസ് കുക്ക്. പരിവേഷണത്തിനിടയ്ക്ക് പലപ്പോഴും വലിയ ഉയരത്തിലുള്ള മഞ്ഞുകൊണ്ട് തീർത്ത ഭിത്തികൾ കണ്ടിട്ടുണ്ടെന്നും അതിനെ ചുറ്റിപ്പോകുമ്പോൾ അന്തമില്ലാത്ത രീതിയിൽ ഒരുപാട് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുമൊക്കെ അദ്ദേഹം തൻ്റെ റിപ്പോർട്ട് ബുക്കിൽ എഴുതി ലോകത്തിൽ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള വളരെ മൂല്യവത്തായിട്ടുള്ള ഒരു ഡാറ്റ ഈ ഐസ് നിറഞ്ഞ ലോകത്തെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കാൻ ബ്രിട്ടീഷ് എക്സ്പ്ലോററായിട്ടുള്ള ജെയിംസ് കുക്കിന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളുടെ പ്രധാനപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലരും അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു വലിയ ഭൂഖണ്ഡമുണ്ട് എന്നും അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ലോകത്തിൻ്റെ തെക്കൻ പോളിരിക്കുന്നത് എന്നും മനസ്സിലാക്കിയത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് വളരെ സീരിയസ് ആയിട്ട് അന്റാർട്ടിക്ക കണ്ടെത്തണം, അതിനെ കീഴടക്കണം, അതിനുശേഷം ഭൂമിയുടെ തെക്കൻ പോളിൽ കൊടി സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹം പല യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള പരിവേഷകർക്കും മനസ്സിൽ വളരെ സീരിയസ് ആയിട്ട് ഉദിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ക്യാപ്റ്റൻ റോബർട്ട് ഫാൽക്കൺ സ്കോട്ട്. 1901 തൻ്റെ കപ്പലിൽ അദ്ദേഹം അന്റാർട്ടിക്കയിലേക്ക് തിരിക്കുമ്പോൾ അന്റാർട്ടിക്കയെ കീഴടക്കുക എന്നുള്ളത് മാത്രമല്ല, അന്റാർട്ടിക്കയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ സൗത്ത് പോളിനെ കീഴടക്കി അവിടെ ഒരു കൊടി സ്ഥാപിക്കുക എന്നുള്ള ആഗ്രഹം കൂടി സ്കോട്ടിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഏണസ്റ്റ് ഷാക്കിൾട്ടൺ, എഡ്വേർഡ് വിൽസൺ എന്നിങ്ങനെ 2 പേര് കൂടി അനുഗമിക്കാനായിട്ടുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള പ്രതീക്ഷയും പ്ലാനുകളുമായിട്ട് സൗത്ത് പോളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് അവർ അന്റാർട്ടിക്കയുടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള തീരപ്രദേശമായ മക്മർഡോയിൽ തങ്ങളുടെ കപ്പലടുപ്പിച്ചു, ഒരു ബേസ് ക്യാമ്പ് സ്ഥാപിച്ചു. അതിനുശേഷം മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എന്തായാലും തനിക്ക് അന്നുവരെ അറിയാവുന്ന ഏറ്റവും നല്ല രീതിയിലുള്ളൊരു ടീമിനെ സജ്ജമാക്കുക, സ്ലെഡ്ജ് ഡോഗുകളുടെ സഹായത്തോടു കൂടി സപ്ലൈ ഉറപ്പിക്കുക, യാത്രയിലുടനീളം ഐസിനെ കീറിമുറിച്ച് മുന്നേറാൻ കഴിയുന്ന രീതിയിൽ സജ്ജരായിരിക്കാനുള്ള മാർഗങ്ങളും അദ്ദേഹം കൈവശം വച്ചിരുന്നു. മഞ്ഞിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്രയും ഭാരമേറിയ എക്യുപ്മെൻറ്റുകൾ കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് സ്ലെഡ്ജ് ഡോഗുകൾ അത് വലിച്ചു കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് മഞ്ഞ് കാരണം മരിച്ചു പോകുന്ന സ്ലെഡ്ജ് ഡോഗുകളെ ഭക്ഷണമാക്കി അതിനെയും ഒരു ബാക്കപ്പായി കണക്കാക്കാൻ സാധിക്കുമെന്ന് സ്കോട്ടിന് ഉറപ്പുണ്ടായിരുന്നു. എന്തായാലും ആ യാത്രയിൽ ഐസിനെ കീറിമുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് വേണം നടത്താൻ എന്ന് സ്കോട്ടിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. മനുഷ്യൻ ഇതുവരെ താങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറാണ് സഹിക്കേണ്ടി വരിക. അതുപോലെ തന്നെ അതിശക്തമായ കാറ്റും ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അഭാവവും മഞ്ഞിടിച്ചിലും ഉണ്ടാകുന്ന പ്രദേശത്തു കൂടി നടക്കുമ്പോൾ ഒരിക്കലും തൻ്റെ യാത്ര സുരക്ഷിതമാകില്ല എന്ന് സ്കോട്ടിന് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് വേണ്ടിയുള്ള സകല മനക്കരുത്തും നേടിക്കൊണ്ട് നടന്ന സ്കോട്ടിന് പക്ഷേ പ്രശ്നങ്ങൾ ഓരോന്നായി ഉണ്ടാകാൻ തുടങ്ങി.
അദ്ദേഹം കൊണ്ടുവന്ന സപ്ലൈകൾ തീരാൻ തുടങ്ങി. ആളുകൾക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. സ്ലെഡ്ജ് ഡോഗുകൾ ഓരോന്നായി മരണത്തിന് കീഴടങ്ങുകയും അതിനെ ഭക്ഷണമാക്കി അവസാനം സ്ലെഡ്ജ് ഡോഗുകൾ അവശേഷിക്കാതെ വരികയും ചെയ്തു. അങ്ങനെ സൗത്ത് പോളിൽ എത്തിച്ചേരുക എന്നുള്ള ആഗ്രഹത്തിന് ഏകദേശം 500-600 കിലോമീറ്റർ അകലെ വെച്ച് സ്കോട്ട് ഒരു തീരുമാനമെടുത്തു. ബേസിലേക്ക് മടങ്ങിപ്പോവുക. ലക്ഷ്യത്തേക്കാൾ വലുതാണ് തൻ്റെ കൂടെ വന്നവരുടെ ജീവൻ. അദ്ദേഹം അങ്ങനെ തിരിച്ച് തൻ്റെ ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുകയും കപ്പലിൽ കയറി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലത്ത് ലക്ഷ്യം നേടിയില്ല എങ്കിലും അന്റാർട്ടിക്കയിൽ അത്രയും സ്ഥലത്തേക്ക് കടന്നു ചെന്നു എന്നുള്ളതുകൊണ്ട് സ്കോട്ടിന് വീരപരിവേഷമാണ് ലഭിച്ചത്. അവിടെയുള്ള ഏറ്റവും ധനികനായ കുടുംബത്തിൽ നിന്ന് കല്യാണവും കഴിച്ച് സ്കോട്ട് ഒരു ജീവിതം ആരംഭിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലടങ്ങാത്തൊരാഗ്രഹമുണ്ടായിരുന്നു: സൗത്ത് പോളിനെ കീഴടക്കണം. എന്നാൽ തന്നോടൊപ്പം വന്ന ഏണസ്റ്റ് ഷാക്കിൾട്ടൺ മറ്റൊരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സ്കോട്ട് മനസ്സിലാക്കുന്നത്. അതായത് 1907 നിമ്രോഡ് എന്ന് പറയുന്ന ഒരു എക്സ്പെഡിഷൻ്റെ ഭാഗമായി ഏണസ്റ്റ് ഷാക്കിൾട്ടൺ നേതൃത്വം കൊടുത്തുകൊണ്ട് സൗത്ത് പോൾ കീഴടക്കാനായിട്ടൊരു പരിവേഷണം ആരംഭിച്ചു. തൻ്റെ സുഹൃത്ത് തന്നെ ചതിച്ചു എന്ന് മാത്രമല്ല, താൻ കണ്ടെത്തിയ മക്മർഡോ തീരത്തേക്ക് അടുക്കരുതെന്ന് ഏണസ്റ്റ് ഷാക്കിൾട്ടണിന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. എന്തായാലും അവിടെ നിന്ന് കുറച്ചകലെയുള്ളൊരു പ്രദേശത്തേക്ക് തൻ്റെ നിമ്രോഡ് എന്ന് പറയുന്ന കപ്പലടുപ്പിച്ച ഷാക്കിൾട്ടണിന് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സൗത്ത് പോൾ കീഴടക്കാനുള്ള യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. സൗത്ത് പോളിൽ നിന്നും കേവലം 100-150 കിലോമീറ്റർ അകലെ വെച്ച് എന്താണോ സ്കോട്ടിന് അന്ന് സംഭവിച്ചത് അതേ കാര്യം ഇവിടെയും ആവർത്തിച്ചു. മുന്നോട്ട് ഒരടി പോലും വയ്ക്കാൻ കഴിയാത്ത രീതിയിലുള്ള അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയും മഞ്ഞുവീഴ്ചയും ആരോഗ്യ പ്രശ്നങ്ങളും സ്ലെഡ്ജ് ഡോഗുകളുടെ ദയനീയമായ അവസ്ഥയും കാരണം ഷാക്കിൾട്ടണും പദ്ധതി ഉപേക്ഷിച്ച് തിരിച്ചു വരാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ സ്വന്തം മിഷൻ പൂർത്തിയാക്കുന്നതിനേക്കാൾ സുഹൃത്തുക്കളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രാധാന്യം. അന്റാർട്ടിക്കയുടെ ഭീകരമായിട്ടുള്ള അവസ്ഥ എത്രത്തോളം കഠിനമാണെന്ന് സൗത്ത് പോളിൻ്റെ അടുത്തേക്ക് നടക്കുന്തോറും ഓരോ പരിവേഷകരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1901 600 കിലോമീറ്റർ അകലെ വെച്ച് നഷ്ടപ്പെട്ട തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി സ്കോട്ട് കുറേ ആളുകളുമായിട്ട് 1910 ഒരു ക്രൂ ഉണ്ടാക്കുകയാണ്. ടെറാനോവ എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ കപ്പിത്താനായി മാറിക്കൊണ്ട് 10 വർഷത്തിനപ്പുറം അതിശക്തമായിട്ട് സൗത്ത് പോൾ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്കോട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് തന്നെ നോർവേയിൽ നിന്ന് റോയൽഡ് അമുണ്ട്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് അന്റാർട്ടിക്കയിലെ സൗത്ത് പോളിൻ്റെ പോയിന്റ് കണ്ടെത്തുക എന്നുള്ളതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയായിരുന്നു ആർട്ടിക് മേഖലയിൽ പോയതിനു ശേഷം നോർത്ത് പോൾ കീഴടക്കുക എന്നുള്ളത്. അപ്പോൾ അന്നേ വരെ ആരും അത് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് എല്ലാവരും ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. റോയൽഡ് അമുണ്ട്സൺ എന്ന് പറയുന്ന നോർവീജിയൻ എക്സ്പെഡിഷൻസ് പ്രധാനമായിട്ടും ശ്രമിച്ചത് ഈ ആർട്ടിക് പ്രദേശത്ത് പോയതിനു ശേഷം അതിനെ കീഴടക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ്. ആദ്യം നോർത്ത് പോൾ കീഴടക്കാൻ വേണ്ടി ആർട്ടിക് ഭാഗത്തേക്ക് പോകാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നത് എങ്കിലും തൻ്റെ അതേ ഗോളുള്ള 2 അമേരിക്കക്കാർ അവിടെ കീഴടക്കി എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഫ്രാം എന്ന് പറയുന്ന തൻ്റെ കപ്പലിൽ നേരെ അദ്ദേഹം സ്കോട്ടിന് മുന്നേ അന്റാർട്ടിക്കൻ ഭാഗത്തേക്ക് തിരിച്ചു. 1911 ഡിസംബർ 14 അദ്ദേഹം സൗത്ത് പോളിൽ എത്തിച്ചേരുകയും ടെൻറ്റ് സ്ഥാപിക്കുകയും കൊടിവെക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഏതാനും നാളുകൾ കഴിഞ്ഞ് ലക്ഷ്യസ്ഥാനത്തേക്ക് കഷ്ടപ്പെട്ടെത്തിച്ചേർന്ന സ്കോട്ടും ടീമും കണ്ടത് അമുണ്ട്സണിൻ്റെ വിജയമായിരുന്നു. വർഷങ്ങളോളം പ്രയാസപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തി ചരിത്രത്തിൽ ഇടം നേടാനുള്ള അമിതമായ ആഗ്രഹവുമായി ജീവിച്ചിരുന്ന സ്കോട്ടിന് അത് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയായിരുന്നു. ഇത്രയും കഠിനമായ കാലാവസ്ഥയും പട്ടിണിയും ദുരന്തങ്ങളും സഹിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനം യാത്രയാക്കി സഞ്ചരിച്ച് ഓരോ അടി മുന്നോട്ട് വെച്ച സ്കോട്ടിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അമുണ്ട്സണിൻ്റെ സൗത്ത് പോൾ കീഴടക്കൽ. എന്തായാലും അദ്ദേഹത്തിന് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് തൻ്റെ കൂടെയുള്ള ഓരോ വ്യക്തികളെയായി നഷ്ടപ്പെടാൻ തുടങ്ങി. ഒരാൾ കിടന്നുറങ്ങിയ ടെൻറ്റിന് മുകളിൽ മഞ്ഞിടിഞ്ഞ് വീഴുകയും മറ്റൊരാൾ അതിശക്തമായിട്ടുള്ള അസുഖം മൂലം താനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി കാണാതാവുകയും ചെയ്തു. കൂടാതെ സ്കോട്ടും അദ്ദേഹത്തിനോടൊപ്പമുള്ള 3 പേരെയും ബേസ് ക്യാമ്പിൽ നിന്ന് 17 കിലോമീറ്റർ അകലെ വെച്ച് മരണപ്പെട്ട രൂപത്തിൽ 7 മാസത്തിന് ശേഷമുള്ള തിരച്ചിലിൽ കണ്ടെത്തുകയും മൃതദേഹം നാട്ടിലെത്തിക്കുകയും ചെയ്തു. റോവാൾഡ് അമുണ്ട്സണിൻ്റെ നേട്ടം ഒരു വലിയ കണ്ടെത്തലിൻ്റെ തുടക്കമായിരുന്നു. വളരെ വിജയകരമായിട്ട് അവിടെ പോയി ഫ്ലാഗ് സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളെയും സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കാനും കൊണ്ടുപോയ 56ഓളം സ്ലെഡ്ജ് ഡോഗുകളിൽ 12ഓളം സ്ലെഡ്ജ് ഡോഗുകളെ തിരിച്ചു കൊണ്ടുവരാനും അമുണ്ട്സന് സാധിച്ചു. എക്സ്പെഡിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. കാര്യം അത്രത്തോളം ഐതിഹാസികരമായിട്ടുള്ള ജീവൻ പണയം വെച്ചുള്ള യാത്രകളാണ്. ഇപ്പോൾ നമ്മൾ ചാന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയ കഥ പറയുമ്പോഴുള്ള ത്രില്ലിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ത്രില്ല് തോന്നുന്ന ഒട്ടനവധി കഥകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെഡിഷനുകളിൽ കണ്ടെത്താൻ സാധിക്കും. ലക്ഷ്യം പൂർത്തിയാക്കാനാകാതെ സ്കോട്ട് വഴിയിൽ വെച്ച് മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഇന്നും ശാസ്ത്രലോകത്തിന് പുതിയ മുഖങ്ങൾ നൽകുന്നതാണ്. പല ഫോസിൽ വസ്തുക്കളും അന്റാർട്ടിക്കയിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അതിൽ മരത്തിൻ്റെയും ജീവജാലങ്ങളുടെയും അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. അന്റാർട്ടിക്ക പോലെ ഒരു മരം പോലും വളരാത്ത പ്രദേശത്ത് തടിയുടെ ഫോസിൽ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അന്റാർട്ടിക്ക പണ്ടൊരു കാടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് അത് വെളിച്ചം വീശുന്നത്.
പണ്ട് അന്റാർട്ടിക്കയിൽ ഇങ്ങനെ മഞ്ഞുണ്ടായിരുന്നില്ല. അന്റാർട്ടിക്കയുടെ സ്ഥാനം ഇതായിരുന്നില്ല. അതെ, പ്ലേറ്റ് ടെക്ടോണിക്സ് അഥവാ ഭൂഖണ്ഡങ്ങൾ പൊട്ടി അകന്നു മാറി അന്റാർട്ടിക്ക വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാനത്ത് എത്തിച്ചേർന്നതാണ്. അതിനു മുമ്പ് ഇന്ത്യയും ആഫ്രിക്കയും ഒക്കെ പോലെ തന്നെ കാടുകളും മൃഗങ്ങളും നിറഞ്ഞ വലിയൊരു ലാൻഡ് മാസ് ആയിരുന്നു അന്റാർട്ടിക്കയെന്നും അവിടെ കോടിക്കണക്കിന് വർഷങ്ങളോളം മഞ്ഞ് വീണാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ വലിയ മഞ്ഞ് കട്ടകൾ അട്ടിയായി കിടന്നതെന്നും സ്കോട്ടിൻ്റെ കണ്ടെത്തലുകളിൽ നിന്ന് ശാസ്ത്ര സമൂഹത്തിന് ദിശാബോധം കിട്ടി. ഒരു ബ്രിട്ടീഷ് കപ്പൽ 1964 അന്റാർട്ടിക്കയുടെ ഒരു പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ ഒരു അബാൻഡഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ബോട്ട് അവിടെ കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ അന്റാർട്ടിക്കയെ പോകുക എന്ന് ഞാൻ ഈ ഉടനീളം പറയുമ്പോഴും നമ്മുടെ കരഭാഗത്ത് നിന്ന് എത്രത്തോളം കിലോമീറ്റർ അകലെയാണ് അന്റാർട്ടിക്ക എന്ന് നോക്കിയാൽ മാപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ടിയാറ ഡെൽ ഫ്യൂഗ എന്ന് പറയുന്ന അർജന്റീനയിലെ ഒരു ടിപ്പാണ് അന്റാർട്ടിക്കയുമായിട്ട് ചേർന്ന് കിടക്കുന്ന മനുഷ്യതാമസമുള്ള അല്ലെങ്കിൽ മറ്റൊരു ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അർജന്റീനയിലെ ഈ ഒരു പ്രദേശവും അന്റാർട്ടിക്കയും തമ്മിൽ ഏകദേശം 1000 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അതിന്റെ ഇടയിൽ വരുന്ന ഈ 1000 കിലോമീറ്റർ വ്യത്യാസത്തിൽ വരുന്ന കടലിനെ പറയുന്ന പേരാണ് ഡ്രേക്ക് പാസേജ്. പക്ഷേ ഈ ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്ന ഭൂമിയിലെ ഏറ്റവും വളരെ വയലന്റ് ആയിട്ടുള്ള സമുദ്രത്തിലെ ആക്ടിവിറ്റികൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ അന്റാർട്ടിക്കൻ പ്രദേശത്ത് ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു ബോട്ടിനെ, ഒരു ലൈഫ് ബോട്ടിനെ കാണുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ അവിടെ എത്തിച്ചേർന്നു എന്നൊരു ചോദ്യമൊക്കെ ഉദിച്ചൊരു സമയം ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു വർഷം കഴിഞ്ഞ് മറ്റൊരു എക്സ്പെഡിഷൻ ടീം വരുമ്പോൾ ആ ലൈഫ് ബോട്ട് അവിടെ ഉണ്ടായിരുന്നു ഇല്ലതാണ്. അത്തരത്തിൽ പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറികളും നടന്ന സംഭവങ്ങളും അന്റാർട്ടിക്കൻ എക്സ്പെഡിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ആധുനികമായിട്ടുള്ള ടെക്നോളജികളും സാറ്റലൈറ്റ് ഇമേജിനറികളും റഡാറുകളും ഗ്രൗണ്ട് പെനിട്രിംഗ് ആയിട്ടുള്ള റഡാറുകളും സീസ്മിക് ആക്ടിവിറ്റികൾ അളക്കുന്ന ഉപകരണങ്ങളുടെയും സഹായത്തോടു കൂടി അന്റാർട്ടിക്കയെ പഠിക്കാൻ ഗവേഷകർ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം 400ഓളം തടാകങ്ങൾ അന്റാർട്ടിക്കയുടെ മഞ്ഞിനടിയിൽ കാണപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എന്താണ് ഈ മഞ്ഞിനടിയിൽ ഒരു തടാകം കാണപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയും കിലോമീറ്റർ കണക്കിന് ഉയരത്തിൽ മഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന ഒരു ഭൂഖണ്ഡത്തിന്റെ തറനിരപ്പിൽ നിന്നും എവിടെയാണ് ലേക്ക് കാണപ്പെടുക? കാര്യം മൊത്തം മഞ്ഞല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിലെ ലാവ ലീക്കാവുന്നത് കൊണ്ടുള്ള ചൂട് കൊണ്ട് അന്റാർട്ടിക്കയുടെ അടിഭാഗത്ത് ലേക്കുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അന്റാർട്ടിക്ക മുഴുവൻ ഉരുകിയൊലിച്ച് പോവുകയാണെങ്കിൽ ആ കരപ്രദേശത്ത് കാണപ്പെടുന്ന ചില തടാകങ്ങളെ മാപ്പ് ചെയ്യാൻ ഗവേഷകർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം മഞ്ഞിനെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജ് എടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു സോവിയറ്റ് ഗവേഷകർ കണ്ടെത്തിയ വോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ലേക്കാണ് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ലേക്ക് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ ഒരു ലേക്കായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ഭൂമിയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ ലേക്കാണ് വോസ്റ്റോക്ക്. അപ്പോൾ 1 കിലോമീറ്ററോളം ഉപരിതലത്തിൽ നിന്ന് താഴെയാണ് വോസ്റ്റോക്ക് കാണപ്പെടുന്നത്. ഒരു കൂട്ടം ഗവേഷകർ വോസ്റ്റോക്കിന് ഡ്രില്ല് ചെയ്യുകയും അവിടുത്തെ സാമ്പിളുകൾ എടുത്ത് പഠിക്കുകയും അതിനകത്തുള്ള മൈക്രോബിയൽ സാന്നിധ്യം നോക്കുകയും ചെയ്ത സമയത്ത് ഏകദേശം 3500ഓളം DNA സിഗ്നേച്ചറുകളും 94% ബാക്ടീരിയകളും 4% യൂക്യാരിയോട്ടിൻ്റെയും ഒക്കെ സാന്നിധ്യമുള്ള രീതിയിൽ അവിടെ ജീവൻ നിലനിൽക്കുന്നുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അതായത് അന്റാർട്ടിക്കയിലെ ആ മഞ്ഞ് ആ ഒരു ലേക്കിന് മുകളിൽ വന്ന് വീണിട്ട് ഏകദേശം 1.5 കോടിയോളം വർഷത്തെ പഴക്കമുണ്ടെന്ന് ഗവേഷകർ പറയുന്ന സമയത്ത് ആ മഞ്ഞിന് അടിയിൽ കാണപ്പെടുന്ന ലേക്കിൽ പോലും സൂര്യപ്രകാശം എത്തിച്ചേരാത്ത സ്ഥലത്ത് പോലും അത്രയും ഹാർഷായ പ്രദേശത്ത് പോലും ജീവൻ നിലനിൽക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ബഹിരാകാശത്തെക്കുറിച്ചുള്ള പഠനത്തിലും യൂറോപ്പ പോലെയുള്ള മറ്റു ഉപഗ്രഹങ്ങളിൽ മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളിൽ ജീവൻ കാണാനുള്ള സാധ്യതയും ഒക്കെ തന്നെ സ്ട്രോങ് ആക്കുന്നതായിരുന്നു ബാക്ടീരിയയുടെയും യൂക്കാരിയോട്ടിൻ്റെയും മറ്റ് DNA സാമ്പിളുകളൊക്കെ തന്നെ ഇതിൽ നിന്ന് കിട്ടിയതിൽ നിന്ന് പ്രധാനമായിട്ടും ഗവേഷകർക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മാത്രമല്ല അന്റാർട്ടിക്ക പോലുള്ള പ്രദേശത്താണ് ന്യൂട്രിനോ ഒബ്സർവേറ്ററികൾ ഉള്ളത്. അതായത് ഭൂമിയുടെ പുറത്ത് നിന്ന് ശക്തമായിട്ട് എത്തിച്ചേരുന്ന ന്യൂട്രിനോകൾ എന്ന് പറയുന്ന കിരണങ്ങളുണ്ട്. ഈ ഒരു കിരണങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലബോറട്ടറികൾ സെറ്റ് ചെയ്യാൻ കഴിയുന്നതും അന്റാർട്ടിക്കയിലാണ് എന്നുള്ളതുകൊണ്ട് ബഹിരാകാശ ഗവേഷണത്തിലും അന്റാർട്ടിക്കയുടെ ഒരു സംഭാവന എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ അനോമലിയാണ്. അതായത് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വലിയൊരു ഭൂഖണ്ഡമാണ്. അവിടെ വെള്ളമാണ് ഐസായിട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ശുദ്ധജലം. ഉപ്പുവെള്ളം അത്ര പെട്ടെന്ന് ഐസാവുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശുദ്ധജലത്തിൻ്റെ ഈ ഒരു സാന്നിധ്യവും അത് ഉരുകുന്നതുമൊക്കെ തന്നെ ഭൂമിയുടെ ആ ഭാഗത്തുള്ള ഗുരുത്വാകർഷണത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് പലതരത്തിലുള്ള പ്രത്യേകതകൾ ഭൂമിയുടെ കറക്കവുമായിട്ട് ബന്ധപ്പെട്ട് പോലും അന്റാർട്ടിക്കയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളൊരു വസ്തുതയുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ ഒരു ഗ്രാവിറ്റേഷണൽ അനോമലി അന്റാർട്ടിക്കയുടെ ഐസ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ പഠനങ്ങളിൽ തെളിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക്കയുടെ മഞ്ഞിനടിയിലുള്ള കര നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ ഏകദേശം 450 കിലോമീറ്ററോളം ഡയമീറ്ററുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു ഗർത്തമുണ്ടെന്ന് ഗവേഷകർ ഇപ്പോൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പണ്ട് ദിനോസറുകളെ ഇല്ലാതാക്കിയ ചിക്സ്ലബ് എന്ന് പറയുന്ന ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ വീണ വലിയ ഗർത്തത്തിനേക്കാൾ 2 മടങ്ങിലധികം വലിപ്പമുള്ള വലിയൊരു ക്രേറ്റർ ഏതോ ഒരു മീറ്റോറൈറ്റ് വന്നിടിച്ചതിൻ്റെ ഫലമായിട്ട് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്നുണ്ട്. എന്ന് മാത്രമല്ല അന്റാർട്ടിക്ക ഉരുകുകയാണ്. ആഗോളതാപനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളൊന്നെന്ന് പറയുന്നത് ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങളാണ്. ക്ലോറോ കാർബൺ പോലെയുള്ള വിഷകരമായിട്ടുള്ള വസ്തുക്കൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ ഫലമായിട്ട് ആദ്യം ഓസോൺ പാളിയിൽ തുള വീണതും അന്റാർട്ടിക്ക എന്ന് പറയുന്ന വളരെ ദുർബലമായ അന്തരീക്ഷത്തിന് മുകൾ ഭാഗത്താണ്
സ്ഥലത്താണെന്നുള്ള വസ്തുത വളരെ ഭീകരമായിട്ടുള്ള ചില സത്യങ്ങളാണ് നമ്മളെ അറിയിക്കുന്നത്. അന്റാർട്ടിക്കയിൽ ജീവനൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഈ പറയുന്ന നീർനായകളും പെൻഗിനും ഒക്കെ തന്നെ പ്രത്യേക തരത്തിലുള്ള കൊഴുപ്പുകളുടെ സഹായത്തോടു കൂടി ചൂട് നിലനിർത്തി അന്റാർട്ടിക്കൻ പ്രദേശത്ത് ജീവിക്കുമ്പോഴും അവരുടെ ജീവന് ഭീഷണി മാത്രമാണെന്നല്ല, ലോകത്തുള്ള ആകെ ലാൻഡ് മാസിൻ്റെ വലിയൊരു ഭാഗമായിട്ട് നിൽക്കുന്ന മഞ്ഞുരുകി കടലിലെത്തിയാൽ ശരാശരി ഒരു 40 മുതൽ 60 മീറ്റർ വരെ കടൽ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും നിലവിൽ കരയായിട്ടിരിക്കുന്ന പ്രദേശത്തിൻ്റെ പകുതിയിലധികം വെള്ളത്തിനടിയിലാകുമെന്നുള്ള വസ്തുത ലോകത്തുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും നേതാക്കൾക്കും ഒക്കെ അറിയാം. പക്ഷേ ആഗോളതാപനവും ചൂട് ഉയരുന്നതും ഒക്കെ തന്നെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഇന്നത്തെ കാലത്ത് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് അന്റാർട്ടിക്കയെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, പണ്ട് ജീവൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ശക്തമായി ജീവൻ നിലനിന്നിരുന്ന കാടുകളും ജീവികളും വൈറസുകളും ബാക്ടീരിയകളും ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അന്റാർട്ടിക്ക എങ്കിൽ അത് ഏകദേശം 1.5-2 കോടി വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞുമൂടി ഇന്നത്തെ അവസ്ഥയിലായിട്ടുണ്ട് എങ്കിൽ സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ പല ജീവികളും പല സൂക്ഷ്മജീവികളും ഫ്രോസൺ ആയിട്ട് കിടപ്പുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ മനുഷ്യന് പരിചയമില്ലാത്ത, ഭൂമിയിൽ അധികം കണ്ടുവരാത്ത പല വിചിത്രമായിട്ടുള്ള ജനിതക സ്വഭാവങ്ങളുള്ള വൈറസുകളും ബാക്ടീരിയകളും അന്റാർട്ടിക്ക പോലെയുള്ള മഞ്ഞുറഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിൽ മൂടപ്പെട്ട് കിടക്കുന്നുണ്ട്. അത്തരം ജീവജാലങ്ങളെ പലതിനെയും പല സാമ്പിളുകളും കണ്ടെത്തുകയും അവ മഞ്ഞരിയുന്നതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടും ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള തണുപ്പിൽ കിടക്കുന്നത് കൊണ്ട് അവ ലോക്ക്ഡാണ്. ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായതിനു ശേഷം അന്റാർട്ടിക്കയുടെ മഞ്ഞുരുകുകയാണെങ്കിൽ കടലിൻ്റെ ഉയരം കൂടും, ചൂട് കൂടും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല മനുഷ്യൻ ഇതുവരെയും ഫേസ് ചെയ്തിട്ടില്ലാത്ത ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്ന പല ജീവജാലങ്ങളും സൂക്ഷ്മജീവികളും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അത് വളരെ വലിയ വിപത്തുകൾ ചിലപ്പോൾ ഉണ്ടാക്കാനുമുള്ള സാധ്യത, ഒരു ചെറിയ പോസിബിലിറ്റി അന്റാർട്ടിക്കയിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത കൂടി ഓർപ്പിച്ചുകൊണ്ട് ബൈ.